ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് കാശി. ദ ഫസ്റ്റ് അവർ ടൗൺഷിപ്പ് ഇൻ ദി വേൾഡ്. വരുണയുടെയും അസിയുടെയും സംഗമഭൂമിയാണ് വാരാണസി. അതാണ് വാരാണസി. പലരും വാരണാസി വാരണാസി എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, യഥാർത്ഥ പ്രയോഗം വാരാണസി. നമ്മുടെ സനാതന ധർമ്മത്തില് ശ്മശാന പ്രദേശങ്ങളെ മോക്ഷം ലഭിക്കുന്ന സ്ഥലമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മോക്ഷം ലഭിക്കുന്ന പ്രദേശം പുണ്യമായ പ്രദേശമല്ലേ? ഇത് ഇന്നാളുടെ അല്ലെങ്കിൽ അംബാനിയുടെ അല്ലെങ്കിൽ ഇന്ന ഒരാളുടെ അച്ഛൻ്റെ അച്ഛനാണ്. സമയം തൊട്ടടുത്തൊരു ശവരിയുണ്ട്. അതാരാണ്? അത് അവരുടെ വീട് പടിക്കലിരുന്ന ഭിക്ഷാടകനാണ്. രണ്ടാളും അടുത്തടുത്തിരുന്ന് കത്തുക. അതെ, അവൻ അവസാനം വന്നു ചേർന്നത് എവിടെയാണ്? രണ്ടുപേരുടെ അവസാനത്തെ അവസ്ഥ എന്താണ്? ഇത് നേരിൽ കാണുന്ന ഒരാൾക്ക് മനസ്സിൽ വൈരാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഗംഗ എന്ന കൺസെപ്റ്റ്. മഹാദേവന്റെ ആജ്ഞയാൽ ഗംഗാമാതാവ് വിളിക്കുന്നവർക്ക് മാത്രമേ ഗംഗയിൽ സ്നാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. സമസ്ത പാപികളും സമസ്ത അധർമ്മികളും സ്നാനം ചെയ്ത് മാതാ ഗംഗ അശുദ്ധയായിരിക്കുകയാണ്. നമ്മുടെ അമ്മയാണ്. ആ മാലിന്യം നമ്മൾ ഏറ്റുവാങ്ങണം. ഈ കാണുന്നതെല്ലാം ഞങ്ങൾക്ക് ഭസ്മം മാത്രമാണ്. ഞങ്ങളും ഈ ഭസ്മവും തമ്മിലും വ്യത്യാസമില്ല. അതിനാലാണ് ഞങ്ങൾ ഈ ഭസ്മം വാരി ശരീരം മുഴുവൻ അണിയുന്നത്. നമ്മൾ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമായിട്ടാണ് കാശിയെ കണക്കാക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർമാർ, അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരൊക്കെ കാണിക്കുന്ന ആ ബനാറസിനപ്പുറം ശരിക്കും കാശി എന്താണ്? കാശിയെപ്പറ്റി നമ്മൾ എന്താ അറിഞ്ഞിരിക്കേണ്ടത്? കാശി എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക നഗരി എന്നതിലപ്പുറം ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് കാശി. ദ ഫസ്റ്റ് അവർ ടൗൺഷിപ്പ് ഇൻ ദി വേൾഡ്. നമ്മുടെ ഋഷീശ്വരന്മാര് ചിന്താമണ്ഡലങ്ങളെ ആരോഹണം ചെയ്ത് ശാസ്ത്രങ്ങൾ തർജ്ജമ ചെയ്തിരുന്ന കാലത്ത് അമേരിക്കയിൽ അവർ വനങ്ങളിൽ അലയുകയായിരുന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അമേരിക്ക പിന്നീട് കണ്ടുപിടിക്കപ്പെടുകയാണുണ്ടായത്, കൊളംബസ് എന്തോ മറ്റോ അല്ലേ. അന്നും ഭാരതത്തിൽ ഋഷീശ്വരന്മാരുണ്ടായിരുന്നു. അവർ വേദങ്ങൾ തർജ്ജമ ചെയ്തിരുന്നു, ശാസ്ത്രവിജ്ഞാനം സമാജത്തെ എത്തിച്ചിരുന്നു. അത് അമേരിക്കയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദ ഫസ്റ്റ് അവർ ടൗൺഷിപ്പ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയുന്നത് കാശിയാണ്. അപ്പോൾ കാശി എന്ന് പറയുമ്പോൾ തന്നെ പ്രകാശിക്കുന്ന നഗരമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രകാശിക്കുന്ന നഗരം, ഉറക്കമില്ലാത്ത നഗരമെന്നാണ്. വാരാണസി എന്ന് പറയാറില്ലേ? വരുണയുടെയും അസിയുടെയും സംഗമഭൂമിയാണ് വാരാണസി. അതാണ് വാരാണസി. പലരും വാരണാസി എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, യഥാർത്ഥ പ്രയോഗം വാരാണസി. വരുണയും അസിയും കൂടെ വരുന്ന പ്രദേശമാണ്. അവിടെ ഉറക്കമില്ല. അതുകൊണ്ടാണ് ഇന്നും കാശിയിൽ വെച്ച് മരിച്ചാൽ മുക്തി ലഭിക്കുമെന്ന് പറയുന്നത്. തീർത്ഥസ്ഥാനങ്ങളിൽ ശ്മശാനങ്ങൾ ഏറ്റവും കൂടുതലുള്ളതും കാശിയിലാണ്. പലരും ചോദിക്കാറുണ്ട്, നകാരാത്മക ശക്തിയല്ലേ ശ്മശാനത്തിലുണ്ടാകുക എന്നൊക്കെ. നേരെ തിരിച്ചാണ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ ശ്മശാന പ്രദേശങ്ങളെ മോക്ഷം ലഭിക്കുന്ന സ്ഥലമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം മോക്ഷം ലഭിക്കുന്ന പ്രദേശം പുണ്യമായ പ്രദേശമല്ലേ? ഇന്നും കാശിയിൽ വിശ്വനാഥന് ആ മണികർണികയിലെ ആ ഭസ്മമാണ് ഭഗവാന് അർപ്പിക്കുന്നത്. അതിന് നമ്മളിൽ എത്ര പേർക്കറിയാം? അപ്പം കാശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിവസങ്ങളേറെ വേണമെന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് മനസ്സിൽ വൈരാഗ്യം ഉണ്ടാകുന്നത് തന്നെ കാശി സന്ദർശിക്കുന്ന ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഈ മണികർണികയിൽ പ്രത്യേകിച്ചും പോവുകയാണെങ്കിൽ. കാരണം നമ്മളിപ്പോൾ മണികർണികയിൽ പോവുകയാണ്, നിരവധി ശവശരീരങ്ങൾ ഇരുന്ന് കത്തുകയാണ്. അപ്പോൾ ഒരാൾ സ്വാമി ഇതൊരു ശവം കത്തുന്നു, ഇതാരാണ്? ഇത് ഇന്നാളുടെ അല്ലെങ്കിൽ അംബാനിയുടെ അല്ലെങ്കിൽ ഇന്ന ഒരാളുടെ അച്ഛൻ്റെ അച്ഛനാണ്. സമയം തൊട്ടടുത്തൊരു ശവരിയുണ്ട്. അതാരാണ്? അത് അവരുടെ വീട് പടിക്കലിരുന്ന ഭിക്ഷാടകനാണ്. രണ്ടാളും അടുത്തടുത്തിരുന്ന് കത്തുക. അതെ, അപ്പോൾ മനുഷ്യൻ്റെ അവസാനത്തെ അവസ്ഥ, സമ്പന്നനാണെങ്കിലും ഭിക്ഷാടകനാണെങ്കിലും അവൻ അവസാനം വന്നു ചേർന്നത് എവിടെയാണ്? രണ്ടുപേരുടെ അവസാനത്തെ അവസ്ഥ എന്താണ്? ഇത് നേരിൽ കാണുന്ന ഒരാൾക്ക് മനസ്സിൽ വൈരാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ്. ആ വൈരാഗ്യത്തിലൂടെ അയാൾക്ക് ജ്ഞാനം ഉണ്ടാവും. കാരണം ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠ, ജ്ഞാനത്തിൻ്റെ പൂർണ്ണത കാശിയിലെത്തുന്ന ഒരാൾക്ക് സാധ്യമാകും. അവിടെ നിന്നാണ് ഒരു മനുഷ്യപ്രാണി തീർത്ഥാടനത്തിൻ്റെ പാത ആരംഭിക്കുന്നത്. അതാണ് കാശിയുടെ മഹാത്മ്യം. ഇപ്പോൾ നമ്മൾ ഈ വാരാണസിയെ പറ്റി പറയുമ്പോൾ ഗംഗാമാതാവിനെ പറ്റി അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഭാരത സംസ്കാരത്തിൽ ഗംഗാ നദിയുടെ ഒരു സ്ഥാനം? ഭാരത സംസ്കാരത്തിനല്ല, പൃഥ്വി സംസ്കാരത്തിൽ എന്ന് വേണം പറയുവാൻ. നമ്മൾ ഭാരതത്തെ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഹിന്ദുക്കൾ തന്നെ നിരവധി രാഷ്ട്രങ്ങളിലുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ട്രിനിറ്റാഡിലൊക്കെ ഹിന്ദുമതം വളരെ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ ഖാനാനന്ദ സരസ്വതി എന്നൊരു പ്രഭാഷകനും ഒരു നീഗ്രോ സമുദായത്തിൽ നമുക്കുണ്ടായത് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ
പറഞ്ഞു വന്നത്, ഇത് ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഗംഗ എന്ന കൺസെപ്റ്റ്. പരേതാത്മാക്കൾക്ക് തർപ്പണം ചെയ്യുന്നതിന് വേണ്ടി പോലും ജലമില്ലാതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭൂമിയിൽ. പരേതാത്മാക്കൾക്ക് ശ്രാദ്ധം നമ്മൾ അർപ്പിക്കാറുണ്ടല്ലോ, അതിന് പോലും ജലമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഭഗീരഥ മഹർഷി തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ ബ്രഹ്മാവിൻ്റെ പുത്രിയാണല്ലോ മാതാ ഗംഗ. ഗംഗ പറഞ്ഞു, അച്ഛാ, ഞാൻ ഭൂമിയിലേക്കില്ല. അധമന്മാരായ പാപികളായ മനുഷ്യരെ കുളിച്ച് എൻ്റെ ശരീരം കളങ്കമായപ്പെടും, ഞാൻ മാലിന്യമായപ്പെടും. അച്ഛാ, എന്നെ അങ്ങ് ഭൂമിയിലേക്ക് പറഞ്ഞു വിടരുത്. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവ് പറഞ്ഞു, മകളെ നീ പൊയ്ക്കൊള്ളൂ. ശുദ്ധനിൽ ശുദ്ധനായ സന്യാസിമാർ വന്ന് നിന്റെ ശരീരത്തിലെ മാലിന്യത്തെ അവരേറ്റുവാങ്ങും. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ആ ഗംഗയെ കുളിച്ചു, ഫ്രഷായി. ഗംഗാമാതാവ് വിളിക്കുന്നവർക്ക് മാത്രമേ മഹാദേവന്റെ ആജ്ഞയാൽ ഗംഗാമാതാവ് വിളിക്കുന്നവർക്ക് മാത്രമേ ഗംഗയിൽ സ്നാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഭാഗ്യം ലഭിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സമസ്ത പാപികളും സമസ്ത അധർമ്മികളും സ്നാനം ചെയ്ത് മാതാ ഗംഗ അശുദ്ധയായിരിക്കുകയാണ്, നമ്മുടെ അമ്മയാണ്. ആ മാലിന്യം നമ്മൾ ഏറ്റുവാങ്ങണം. അങ്ങനെയാണെന്ന് മാതാ ഗംഗാദേവി ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞത്. അങ്ങനെ പാപികളും അധർമ്മികളും കുളിച്ച് ഞാൻ മലിനപ്പെടുകയാണെങ്കിൽ അച്ഛാ, പുണ്യാത്മാക്കൾ വന്ന് എൻ്റെ മാലിന്യം ഏറ്റുവാങ്ങുമെങ്കിൽ അവരുടെ മനോവ്യാപാരം, അവരുടെ മനസ്സിൻ്റെ ഇച്ഛയെ ഞാൻ പൂർത്തീകരിക്കും. അച്ഛാ, ഞാനിതാ പുറപ്പെടുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഗംഗാസ്നാനത്തിൻ്റെ മഹത്വം. നമ്മുടെ ഈ സന്യാസിമാരുടെ ശൈലികളിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് കാഷായം. ശരിക്കും ഈ കാഷായത്തിൻ്റെ പ്രത്യേകത എന്താ? കാഷായം ത്യാഗത്തിൻ്റെ അടയാളമെന്നാണ് ആ നിറത്തെ ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പം ഇന്ന് ഈ മാർക്കറ്റുകളിൽ പല തരത്തിലുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ലഭിക്കാറുണ്ട്. ഇതിൽ ശുദ്ധമായ കാഷായം എന്ന് പറയുന്നത് ആൽമരത്തിൻ്റെ കറയുടെ ആ ഒരു നിറമാണ്. അപ്പം ആൽമരത്തിന് സനാതന ധർമ്മം അത്രമാത്രം മഹനീയമായ ഒരു വൃക്ഷമാണ്. വൃക്ഷങ്ങളെ പൂജിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. എങ്കിലും നമ്മൾ പറയാറില്ലേ, ബ്രഹ്മാണ്ടമാകുന്ന ആൽവൃക്ഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അഗ്രതേ മൂലതേ ബ്രഹ്മരൂപായ, മധ്യതേ വിഷ്ണുരൂപായ, അഗ്രതേ ശിവരൂപായ, വൃക്ഷരാജായതേ നമോ നമഃ. ക്ഷേത്രങ്ങളിൽ പോയാൽ അശ്വത്ഥവൃക്ഷ പ്രദർശനം നിയമമാണ്. അപ്പം അത്രമാത്രം ഗണ്യമായൊരു സ്ഥാനം നൽകിയിരിക്കുന്ന വൃക്ഷത്തിൻ്റെ രസത്തിൻ്റെ നിറമാണ് ആ ചിന്ത ആവാഹിക്കുന്നവർ ധരിക്കേണ്ടത്. അതാണ് ആചാര്യന്മാർ പണ്ട് കാഷായത്തിന് ഈ നിറം തന്നെയാണ് വേണ്ടത് എന്ന് ചിട്ടപ്പെടുത്തിയത്. പിന്നെ ഇതൊരു ശുദ്ധമായ ആ വസ്ത്രം ആ വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നു. അക്രമവാസനയുള്ള അല്ലെങ്കിൽ ഒരു അധർമ്മിയായ ഒരു മനുഷ്യൻ ഈ വസ്ത്രം കാണുമ്പോൾ തന്നെ അയാളുടെ മനസ്സൊരല്പം അലിയുമെന്നാണ്. അപ്പം അതാണ് ഈ കാഷായത്തിൻ്റെ മഹാത്മ്യം. ഈ കഷായം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ രുദ്രാക്ഷവും വിഭൂതിയും ഒക്കെ. അതിൻ്റെ പ്രത്യേകതയും കൂടെ ഒന്ന് പറയോ? വിഭൂതി എന്ന് പറയുമ്പോൾ സത്ത അല്ലെങ്കിൽ കണ്ടന്റ് എന്നുള്ളതാണ്. ഭൂമിയിലെ സമസ്ത പദാർത്ഥങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ വിഭൂതി അതൊന്നാണ്. ഒരു വിദേശി ചോദിച്ചിരുന്നു, വൈ യു വെയറിംഗ് ദിസ് കൈൻഡ് ഓഫ് ആഷ് ബാബ? അപ്പം ഞാൻ, ഇറ്റ്സ് യുവർ ഫൈനൽ പൊസിഷൻ. നമ്മുടെ എല്ലാവരുടെ അവസാനത്തെ അവസ്ഥയാണ് ഭസ്മം. ഈ ഇരിക്കുന്ന കമണ്ടലുവായാലും മൈക്കായാലും നമ്മളൊക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രമായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായി മാറുന്നു? ഭസ്മമായി മാറുന്നു. ഇത് മനസ്സിലാക്കുന്നു. ഈ മായയിലൊന്നും താല്പര്യമില്ല. ഈ കാണുന്നതെല്ലാം ഞങ്ങൾക്ക് ഭസ്മം മാത്രമാണ്. ഞങ്ങളും ഈ ഭസ്മവും തമ്മിലും വ്യത്യാസമില്ല. അതിനാലാണ് ഞങ്ങൾ ഈ ഭസ്മം വാരി ശരീരം മുഴുവൻ അണിയുന്നത്. ഈ ഭസ്മവും നീ ചുറ്റും കാണുന്ന യാതൊരു വ്യത്യാസവുമില്ല. ഈ ഞാനും നാളുകളിൽ ഭസ്മമാണ്. പ്ലൂട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് തന്നെയാണ് ഉള്ളിലും. അപ്പോൾ ഈ ഭസ്മവും ധരിച്ചിരിക്കുന്ന നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ടാണ് പണ്ട് അപ്സരസുകൾ മാനസ സരോവരത്തിൽ ഒരിക്കൽ കുളിക്കാൻ വന്നു. അപ്സരസുകളാണ്. അപ്പോൾ ദൂരെ നിന്ന് ഒരു ബാലകൻ നടന്നു വരികയാണ്. 7 വയസ്സായ ബാലകൻ നടന്ന് വരികയാണ്. ബാലകൻ അപ്സരസുകൾ നോക്കുന്നില്ല. ബാലകൻ നിർനിമേഷനായി ദൂരെ നോക്കി നടന്ന് നീങ്ങുകയാണ്. അപ്സരസുകൾ ബാലനെ കണ്ടു. അപ്സരസുകൾ പറഞ്ഞു, ദേ ഭൂമിയിലെ ഒരു അത്ഭുത പ്രാണി, കൗമാരക്കാരൻ പോലും ആയിട്ടില്ല. ദേവലോകത്തിൽ നമ്മൾ നൃത്തം ചവിട്ടുമ്പോൾ ഇന്ദ്രൻ കീഴ്ച്ചുണ്ട് കടിച്ചമർത്തി നമ്മളെ വികാര പരവശരായി നോക്കാറുണ്ട്. ഈ ഭൂമിയിലെ അത്ഭുത പ്രാണി നമ്മളെ കണ്ടതുപോലുമില്ല. നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്, സഖിമാരെ ഭാഗ്യം ചെയ്തവരാണ്. ആ ബാലൻ നടന്നങ്ങ് പോയി. ഒരു ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ വരികയാണ്. ദൂരെ നിന്നേ
സംസാരിച്ചുകൊണ്ട് വരികയാണ്. സുരസുന്ദരിമാരെ, സ്നാനം കഴിഞ്ഞുവെങ്കിൽ പോകാൻ വരട്ടെ, നമുക്കൊരു കാര്യം ചോദിക്കുവാനുണ്ട്. ഈ വൃദ്ധൻ അടുത്ത് വന്നു. ഒരു ബാലകൻ ഇപ്പോൾ നടന്നു പോകും നിങ്ങൾ കണ്ടായിരുന്നോ? സ്വാമി, ഞങ്ങൾ കണ്ടായിരുന്നു, ഒരു ബാലകൻ നടന്നുപോയി. ആരാണത്? അങ്ങ് ആരാണ്? നടന്നുപോയ ബാലകൻ എൻ്റെ മകൻ ശ്രീശുഖനാണ്. ഞാൻ അയാളുടെ അച്ഛനായ ഭഗവാൻ വേദവ്യാസനാണെന്ന് പറയുന്നു. അപ്പോൾ മിടുക്കനാരാണ്? വേദവ്യാസനാണ്. സംയമനം ചെയ്തതാരാണ്? വേദവ്യാസനാണോ ശ്രീശുഖനാണോ? ഇത് കണ്ടുകൊണ്ടിരുന്ന ബ്രഹ്മാവാണ് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കളക്ട് ചെയ്ത് ഈ അപ്സരസുകൾ നേരെ വന്ന് ഈ ബാലകൻ നടന്നുപോയ സ്ഥലത്തെ മണ്ണെടുത്ത് ശരീരത്തിൽ തേച്ചു എന്നാണ്. ഇതെല്ലാം കണ്ട ബ്രഹ്മാവാണ്. സങ്കല്പ സൃഷ്ടിയാണ് ഭൂമി. തനിയാസം പാംസം തവ ചരണ പങ്കേരുകോ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഭൂമിക്ക്, ജലത്തിന്, രുദ്രാക്ഷത്തിനും ആൽമരത്തിനും ഒക്കെ തന്നെ നമ്മുടെ സനാതന ധർമ്മത്തിന് മൂല്യസ്ഥാനമുള്ളത്. പിന്നെ രുദ്രാക്ഷം, ഇത് ശിവന്റെ കണ്ണിൽ നിന്ന് വീണതെന്നാണ് നമ്മുടെ ഒരു സങ്കല്പവും. സനാതന ധർമ്മത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സങ്കല്പമാണ്. നമ്മൾ വിളക്ക് കത്തിച്ചു വെച്ചു, ഒരു ആപ്പിൾ അവിടെ വെച്ചു, ഭഗവാൻ കഴിച്ചു എന്നാണ് നമ്മുടെ സങ്കല്പം, അല്ലേ? അപ്പോൾ ഇത് ഭഗവാന്റെ കണ്ണിൻ്റെ അംശമാണ്. അത് ധരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹവും അനുവാദവും ഉള്ളവന് മാത്രമാണ്. പിന്നെ ഇതിൽ വൈദ്യുതി ഉണ്ടെന്നാണ് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ പാരാമാഗ്നറ്റിക് എനർജിയും ഈ രുദ്രാക്ഷത്തിലെ ഫെറാമാഗ്നറ്റിക് എനർജിയും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു നകാരാത്മക ചിന്തകൾ ഉണ്ടാവില്ല. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയാറുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ശാന്തശീലരായി മാറുന്നു. നമ്മുടെ മനസ്സിനെ മതിപ്പിക്കുവാനും ഭ്രമിപ്പിക്കുവാനും ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ആത്മീയത തിരഞ്ഞെടുക്കുന്നവരൊക്കെ തന്നെ രുദ്രാക്ഷം ധരിക്കുക. അതാണ് രുദ്രാക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മഹനീയത. അത് യഥാർത്ഥം തന്നെ ധരിക്കുകയും വേണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.